ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്. റമളാൻ മാസം നാളെ തുടങ്ങാല്ലേ. രാത്രി മുതൽ നമുക്ക് റമളാൻ മാസത്തിൻ്റെ ഒരു റഹ്മത്താക്കപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. എന്നത്തെക്കാളും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, മാസമാണ്, ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ റമളാൻ മാസത്തിൽ നമ്മൾ പതിവാക്കേണ്ട കുറച്ച് ദിക്റുകളുടെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരം ചെയ്യുന്നാൽ എല്ലാവർക്കും അറിയുമായിരിക്കുമെങ്കിലും ഒരു വീഡിയോ അറിയാത്തവരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉപകാരപ്പെട്ടിട്ട് ചെയ്യുന്ന കേട്ടോ. നമ്മൾ മാസപ്പിറവി കണ്ട ഉടനെ ചൊല്ലേണ്ട ദിക്റാണ് കേട്ടോ. പിന്നെ മാസം കണ്ട ഉടനെ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് കേട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി, അങ്ങനെ തുടങ്ങുന്ന ദിക്ർ കേട്ടോ. പിന്നെ അതേപോലെ നോമ്പിൻ്റെ നിയ്യത്ത് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവർക്കും ഒരുപോലെ അറിയുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇതിൽ വെറുതെ വീഡിയോ കൊടുത്തതാണ് കേട്ടോ. നമ്മളെല്ലാവരും പിന്നെ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു നിയ്യത്ത് നമ്മളെല്ലാവരും ഉച്ചരിക്കുമല്ലേ. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. റമളാൻ മാസത്തിലെ നോമ്പ് കാരണം കൂടാതെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. മക്കളായാലും ഭർത്താക്കന്മാരായാലും കുടുംബത്തിലുള്ള ആരെയും പെടുത്താതിരിക്കട്ടെ. അപ്പോൾ ഒരു നിയ്യത്താണ്. പിന്നെ നമ്മൾ അത്താഴത്തിന് ശേഷം നമ്മൾ ചെല്ലേണ്ട ദിക്റാണ് കേട്ടോ. ഈ ഒരു ദിക്ർ അത്താഴം കഴിച്ചതിന് ശേഷം ചെല്ലുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. ഈ ഒരു ദിക്റിലെ നമ്മൾ അത്താഴം കഴിച്ച ഉടനെ ഒരു 7 തവണ പതിവാക്കാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതേപോലെ നോമ്പ് തുറക്കാനും പിന്നെ ഇപ്പം നമ്മൾ ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ നോമ്പ് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചെല്ലാം. ഈ ഒരു പ്രാർത്ഥന പതിവാക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലി യാ വാസിഹൽ മഗ്ഫിറത്തി. ഇത് ഭയങ്കര പ്രതിഫലമുള്ള പ്രാർത്ഥനയാട്ടോ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കാൻ മറക്കരുത്. പിന്നെ 1, 2, 3 നമുക്ക് എത്രയാണോ കഴിയുന്ന അത്ര ചെല്ലിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. അതേപോലെ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പണികളൊക്കെ കഴിയാമെങ്കിൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്നത് ഭയങ്കര ഉത്തമമായിരിക്കണം. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഭയങ്കര പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു സമയമാണത്. അതേപോലെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ലക ഖസംതു അലാ റിസ്ഖിക അഫ്തർതു. ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയ മക്കൾക്ക് വരെ ഇപ്പം അറിയാമല്ലേ. നമ്മൾ ഉറക്കെ ചൊല്ലി നമ്മൾ നോമ്പ് തുറക്കുകയാണെങ്കിൽ മക്കളത് കേട്ട് പഠിക്കും. അതേപോലെ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കേട്ടോ. മറ്റേതാകുമ്പം കാരക്കയോ ഈത്തപ്പഴം കാരക്ക അങ്ങനെയൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുകയാണെങ്കിലാണ് ആ ഒരു പ്രാർത്ഥന. വെള്ളം കൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നതെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നിർബന്ധമാണ് കേട്ടോ. അറിയാത്തവർ ഫോണിൽ നോക്കിയെങ്കിലും ഓതാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ അതേപോലെ നിങ്ങൾ പ്രാർത്ഥന ഒന്നും കൂടെ പറയുകയാണെങ്കിൽ പ്രത്യേകം ഞങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലാണ്ട് അൽഹംദുലില്ലാഹ് കുഴപ്പങ്ങളൊന്നുമില്ല, റാഹത്ത് തന്നെയാണ്. പിന്നെ റമളാനിൽ എല്ലാ പകലുകളിലും 10 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ, ഇതെല്ലാം നമ്മൾ അദ്കാറുകളിലും പിന്നെ നമ്മൾ ഇത് കിതാബിലൊക്കെ നോക്കിയാൽ കാണും കേട്ടോ. അതാണ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബി വഅതി അതൂബു ഇലൈഹി വഹുവ ഹയ്യുൻ ദായിമുൻ ഖായിമുൻ ലാ യഫൂതു വലാ യമൂതു ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു ദിക്ർ നമ്മളില്ലേ റംസാൻ്റെ പകലിൽ നമ്മൾ ഉത്തമമായിരുന്നു. അത് നല്ലതാട്ടോ. റംസാൻ്റെ നോമ്പെടുത്ത് ആ ഒരു പകൽ സമയങ്ങളിൽ 10 പ്രാവശ്യം ചെല്ലുക കേട്ടോ. പിന്നെ അതേപോലെ റമളാൻ മുഴുവൻ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അഊദു ബിക മിനൻ നാർ. ഇതെല്ലാവരും നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും എല്ലാം നമ്മൾ ഈ ഒരു ദിക്ർ പതിവാക്കണം കേട്ടോ. എത്ര കണക്കൊന്നുമില്ല, ചൊല്ലിക്കൊണ്ടിരിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഒരു മാസമാണ് റമളാൻ മാസം. അപ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദിക്റില്ലേ നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലിയാലും നമുക്ക് അധികമാവില്ല. രാവും പകലും ചൊല്ലിയാൽ അധികമാവില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ 10 നമ്മൾ ചൊല്ലേണ്ട ദിക്ർ കേട്ടോ. അല്ലാഹു എല്ലാവർക്കും പിന്നെ റംസാൻ്റെ എല്ലാവിധ പൊരുത്തത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ അതേപോലെ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ എല്ലാവരും സാധാരണ ചെയ്യുന്ന അധികാറുകളും ദിക്റുകളുടെ കൂടെ ഇതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം.
അപ്പം ആദ്യത്തെ 10 ചെയ്യേണ്ട ദിക്റാണിത്. അല്ലാഹുമ്മ അർഹംനി എന്ന് രാത്രി മുതൽ ഇന്നിപ്പോൾ സൂര്യൻ അസ്തമിച്ച മുതൽ നമ്മൾ ഈ 9 നോമ്പ് തുറന്ന് 10ാമത്തെ നോമ്പ് വരെ നമ്മൾ ഈ ഒരു ദിക്ർ ചെയ്യണം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീം. പിന്നെ രണ്ടാമത്തെ 10 ചെയ്യേണ്ട ദിക്റാണ് അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ദിക്ർ നമ്മളിൽ രണ്ടാമത്തെ 10 തീരുന്ന വരെ നമ്മൾ ഈ ഒരു ദിക്ർ പതിവാക്കുന്നത് ഒരുപാട് പ്രതിഫലമുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ അവസാനത്തെ 10 അല്ലാഹുമ്മ തഖിനി മിനന്നാർ വദഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ദിക്ർ നമ്മൾ അധികരിപ്പിക്കട്ടെ. അവസാനത്തെ 10 നമ്മൾ എത്ര ചൊല്ലിയാലും എന്താ പറയുക, നമുക്ക് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുന്ന ദിക്റാണ്. നമ്മൾ എത്ര ചൊല്ലിയാലും മതിയാവില്ല, രാവും പകലും നടന്ന് ചൊല്ലിയാലും മതിയാവില്ല. അത്രയും തെറ്റുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരട്ടെ. അതിൻ്റെ കൂടെ അല്ലാഹുമ്മ ഇന്നി അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ഒരു ദിക്റും ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം, എല്ലാ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഒരു ദുആയും കൂടെ നമ്മൾ പതിവാക്കട്ടോ. റംസാൻ മാസത്തിൽ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പം അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ പറയുക, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും കൂടെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ അതേപോലെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു എല്ലാവർക്കും റമദാൻ മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തും റഹ്മത്തും റമദാനിൻ്റെ ബർക്കത്തും പൊരിച്ച് എല്ലാവർക്കും നൽകട്ടെ. അല്ലാഹു രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും രോഗശിഫ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.